ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സഭയുടെ ആത്മാവിന് തീ പിടിച്ച ദിവസമാണ് ഇന്ന്, പെന്തക്കൊസ്ത തിരുനാൾ. ഭയവിഹ്വലരായിരുന്ന സ്ലീഹന്മാർ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് സെഹിയോൻ ഊട്ടുശാലയിൽ ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ചൈതന്യം സഹായകനായ പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തി. പേടിപ്പെടുത്തുന്ന ഭയം അവരിൽ നിന്നും നീക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇന്ന് പലതിൻ്റെയും അടിമകളായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പരിധി വരെ കാരണം എന്താ? ഭയമാണ്, പേടിയാണ്. അതുകൊണ്ടാണ് അകത്തിങ്ങനെ അടഞ്ഞിരിക്കേണ്ട ഗതികേട് നമുക്ക് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ നീ വരണമേ എന്ന്. ഓജോ ബോർഡ് വെച്ച് കൊച്ചുങ്ങൾ കം സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആത്മാവിനെ വരുത്തി അവർ തന്നെ ഭയത്തിൻ്റെ ശങ്കകളിലേക്ക് പോകുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. ഭയത്തെ അകറ്റുന്ന, ഭിന്നത ഇല്ലാതെയാക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ബാബേൽ ഗോപുരം മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ നിർമ്മിതിയായിരുന്നെങ്കിൽ അന്ന് ഭാഷകൾ ചിതറിക്കപ്പെട്ടു, മനുഷ്യർ ചിതറിക്കപ്പെട്ടു. എങ്കിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൻ്റെ വിവരണം തന്നെ ഇപ്രകാരമാണ്: ഞങ്ങൾ പല ദേശക്കാരാണ്, പല സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വന്നവരാ, എന്നിട്ടും ദാ ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭാഷയിൽ ശ്രവിക്കുന്നല്ലോ എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണിത്. ഭാഷാപരം എന്നൊക്കെ പറയുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്നതല്ല, മറിച്ച് അവൻ്റെ സംസാരം എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതിന് വേണ്ടതെന്താ? ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയപ്പെടണം. പേടിപ്പെടുത്തുന്ന അസ്വസ്ഥതകളൊക്കെ മാറ്റപ്പെടും. ഭയന്നിരുന്നവർ കതകുകൾ തള്ളി തുറന്ന് ജനമധ്യത്തിലേക്ക് കടന്നു ചെന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ, പ്രഘോഷിക്കാൻ ഇവർക്ക് ധൈര്യം ലഭിച്ചത് പരിശുദ്ധാത്മാവ് നൽകിയ ബലം കൊണ്ടാണ്. അവരിപ്രകാരമാണ് ന്യായാസനത്തിങ്കൽ പറയുന്നത്: ഞങ്ങൾ നിങ്ങളെ അനുസരിക്കണോ, ഞങ്ങൾക്ക് ഈ നിയോഗം തന്ന് പറഞ്ഞു വിട്ട ദൈവത്തെ അനുസരിക്കണോ? എത്ര വലിയ ധൈര്യമാണ് പത്രോസിനും കൂട്ടർക്കും. അവരെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ പോലും അധികാരമുള്ളവരുടെ മുന്നിൽ ഈ ചങ്കൂറ്റം അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്തിരി പോന്നൊരു സ്ത്രീയുടെ മുന്നിൽ അവനെ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസ ജനമധ്യത്തിൽ അധികാരികളുടെ മുന്നിൽ വിളിച്ചു പറയുന്നത്: ഞങ്ങൾക്ക് ക്രിസ്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ, ഞങ്ങൾ വന്നിരിക്കുന്നത് അവൻ ദൈവമാണ്, ഉയർത്തെഴുന്നേറ്റ ദൈവമാണെന്ന് പ്രസംഗിക്കാനാ. പ്രിയപ്പെട്ടവരെ, ഈ ചങ്കൂറ്റം, ഭയത്തെ മാറ്റുന്ന കരുത്ത് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിറകുടമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിൽ വന്ന് നിറയുമ്പോൾ ഭിന്നതകളും അസ്വസ്ഥതകളും രോഗങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെയാകും. കാരണം പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകത്തിൻ്റെ കരുത്ത് അതാ. എത്ര വലിയ പ്രശ്നവും വിശുദ്ധനാട് സന്ദർശിച്ച അവസരത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന ഈ സ്ഥലം, അതൊരു ദൈവാലയമുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന കുരിശിന് പോലും ഇങ്ങനെ വലിയ നിറത്തിൻ്റെ സമൃദ്ധിയാണ്. ആ കുരിശ് പോലും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ കുരിശ് പോലും ഇങ്ങനെ വർണ്ണമായിട്ട്, നിറമായിട്ട് മാറുക. ഏറ്റവും പേടിപ്പെടുത്തുന്ന കുരിശ് പോലും നിന്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുടെ നിറച്ചാർത്തായിട്ട് മാറണമെങ്കിൽ എന്ത് വരണം? പരിശുദ്ധാത്മാവ് വരണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ
ഞങ്ങളെ ബലപ്പെടുത്തണേ. സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നതുപോലെ ഞങ്ങളെയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണേ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം.